അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ട് ആൻഡ് നെറ്റ്വർക്ക് തിയറത്തിനെ കുറിച്ചാണ്. അപ്പോൾ അതിനകത്തുള്ള ബേസിക് ടേംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതായത് നെറ്റ്വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു സർക്യൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സർക്യൂട്ട്. എന്തൊരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ, ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് കണ്ടക്റ്റിംഗ് പാത്താണ്. ആ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള പാത്തിലൂടെ ആയിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ ആ ക്ലോസ്ഡ് കണ്ടക്റ്റിംഗ് പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരാമീറ്റേഴ്സ്. എന്താ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒരു സർക്യൂട്ടിനകത്തുള്ള പലതരത്തിലുള്ള എലിമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ, പലതരത്തിലുള്ള കമ്പോണൻസ് അതിനകത്ത് ഉണ്ടാവും. ആ കമ്പോണൻസ് അല്ലെങ്കിൽ ആ എലിമെൻറ്റ്സിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇതെല്ലാം എന്താ പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രിക് സർക്യൂട്ടിൽ പ്രസൻ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള എലിമെൻറ്റ്സിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ലീനിയർ സർക്യൂട്ട്. എന്താ ലീനിയർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ, ആ ലീനിയർ സർക്യൂട്ടിൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. വോൾട്ടേജോ കറണ്ടോ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ ചേഞ്ച് ആവില്ല. അങ്ങനെയുള്ള സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു റെസിസ്റ്ററോ ഇൻഡക്ടറോ കപ്പാസിറ്ററോ ഉണ്ട്. അതിനകത്തിപ്പോൾ നമ്മൾ എത്ര വോൾട്ടേജ് ചേഞ്ച് ചെയ്താലും കറണ്ട് ചേഞ്ച് ചെയ്താലും ആ റെസിസ്റ്ററിൻ്റെയോ കപ്പാസിറ്ററിൻ്റെയോ ഇൻഡക്ടറിൻ്റെയോ വാല്യൂ ചേഞ്ച് ആവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ പാരാമീറ്റേഴ്സ് ഉള്ള ആ ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ ലീനിയർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് നോൺ ലീനിയർ സർക്യൂട്ട്. നോൺ ലീനിയർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, വോൾട്ടേജോ കറണ്ടോ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂവും ചേഞ്ച് ആവും. അതായത് പാരാമീറ്റേഴ്സ് ചേഞ്ച് ആവും. അങ്ങനെയുള്ളതിനെയാണ് നോൺ ലീനിയർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ബൈലാറ്ററൽ സർക്യൂട്ട്. ബൈലാറ്ററൽ എന്നാണ്, അതായത് 2 ഡയറക്ഷണൽ എന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഒരു ബൈലാറ്ററൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഏത് ഡയറക്ഷനിലാണെങ്കിലും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് സെയിം ആയിരിക്കും. ഓക്കെ, ഒരു ബൈലാറ്ററൽ സർക്യൂട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണെങ്കിലും സെയിം ആയിരിക്കും. ഇപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് ബൈലാറ്ററലാണ്. 2 ഡയറക്ഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ 2 ഡയറക്ഷനിൽ, അതായത് ഒരു ഡയറക്ഷനിൽ മാത്രം ആയിരിക്കില്ല കറണ്ട് ഫ്ലോ ഉണ്ടാവുക. ഏതിൽ കൂടെ കറണ്ട് കടത്തി വിട്ടാലും അതെന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ബൈലാറ്ററലാണ്. ഓക്കെ, അതായത് ഏത് ഡയറക്ഷനിലാണെങ്കിലും അതിന് ഒരേപോലെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ ബൈലാറ്ററൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് യൂണിലാറ്ററൽ സർക്യൂട്ട്. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരൊറ്റ ഡയറക്ഷൻ. യൂണി എന്ന് പറഞ്ഞാൽ ഒന്ന്. അപ്പോൾ ഒരു ഡയറക്ഷനിൽ മാത്രം, അതായത് ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ അതിന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയുള്ള സർക്യൂട്ടുകളെയാണ് നമ്മൾ യൂണിലാറ്ററൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ സർക്യൂട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ ഫുള്ളായിട്ട് ചേഞ്ച് ആവും. അങ്ങനെയുള്ള സർക്യൂട്ടുകളാണ് യൂണിലാറ്ററൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ഡയോഡ് റെക്ടിഫയർ ആണ്. അല്ലെ, ഡയോഡിന് എന്താണ്, ഫോർവേഡ് ബയാസിൽ മാത്രമേ അത് കണ്ടക്ട് ചെയ്യുള്ളൂ അല്ലേ, റിവേഴ്സ് ബയാസിൽ കണ്ടക്ട് ആവില്ല. അപ്പോൾ ഡയോഡ് എന്ന് പറയുന്നത്, അതായത് ഡയോഡ് റെക്ടിഫയർ എന്ന് പറയുന്ന ഒരു യൂണിലാറ്ററൽ സർക്യൂട്ടിന് എക്സാമ്പിളാണ്. ദെൻ നെക്സ്റ്റ് വണ് ഇലക്ട്രിക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോമ്പിനേഷൻ ഓഫ് പലതരത്തിലുള്ള എലമെൻറ്റ്സ്, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക് എലമെൻറ്റ്സിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ ഇലക്ട്രിക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ഒരു രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിനെയാണ് ഇലക്ട്രിക് നെറ്റ്വർക്ക്. ഒരു ഇലക്ട്രിക് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതിൽ പലതരത്തിലുള്ള എലമെൻറ്റ്സ് ഉണ്ടാവും. ആ പലതരത്തിലുള്ള എലമെൻറ്റ്സിൻ്റെ കോമ്പിനേഷനാണ് ഇലക്ട്രിക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് പാസീവ് നെറ്റ്വർക്ക്. പാസീവ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ സോഴ്സ് ഒന്നും ഉണ്ടാകും, അതായത് EMFൻ്റെ ഒരു സോഴ്സും പ്രസൻ്റ് ആയിരിക്കില്ല. അങ്ങനെയുള്ള നെറ്റ്വർക്കിനെയാണ് പാസീവ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി ആക്റ്റീവ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് EMFൻ്റെ സോഴ്സ് ഉണ്ടാവും, അതായത് ഒരു വോൾട്ടേജ് സോഴ്സ് അതിനകത്ത് ഉണ്ടാവും. അതിനെന്ത് ചെയ്യുക, ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ജനറേറ്റ് ചെയ്യാൻ പറ്റും, പാസീവ് നെറ്റ്വർക്കിന് ജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. ദെൻ നെക്സ്റ്റ് ടേമാണ് നോഡ് എന്ന് പറയുന്നത്. നോഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സർക്യൂട്ടിലെ ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ എന്താ, 2 അതിലധികമോ സർക്യൂട്ട് എലമെൻറ്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മളൊരു ആ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് കണക്ട് ചെയ്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ സർക്യൂട്ടിലെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവുമല്ലോ, ആ പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. എന്താ ബ്രാഞ്ച്,
ബ്രാഞ്ച് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു പാർട്ടാണ്. അതായത് 2 ജംഗ്ഷൻസ് തമ്മിലുള്ള ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലൂപ്പ്. ലൂപ്പ് എന്താ, ഒരു ക്ലോസ്ഡ് പാത്ത്, ഒരു സർക്യൂട്ടിലെ ഒരു ക്ലോസ്ഡ് പാത്തിനെയാണ് ലൂപ്പ് എന്ന് പറയുന്നത്. അതിനകത്തൊരു ഒന്നിൽ കൂടുതൽ നോഡുകളോ ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സോ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ദെൻ നെക്സ്റ്റ് വണ്ണാണ് മെഷ് എന്ന് പറയുന്നത്. മെഷ് എന്ന് പറയുന്നത് ഒരു ലൂപ്പാണ്. അതിനകത്ത് എന്താണ്, വേറെ ലൂപ്പൊന്നും പാടില്ല. ഓക്കെ, മെഷിനകത്ത് എന്താണ്, വേറെ ലൂപ്പൊന്നും പാടില്ല. ഇനി നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് 5 തിയറത്തിനെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് വന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ തിയറാണ്. ഈ സൂപ്പർ പൊസിഷൻ തിയറം നമുക്ക് ഒരു ലീനിയർ നെറ്റ്വർക്കിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, എന്ത് ഈ സൂപ്പർ പൊസിഷൻ തിയറം പറയുന്നത്? ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് R3 എന്ന് പറഞ്ഞ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ 2 സോഴ്സസ് ഉണ്ട്. E1 എന്ന് പറഞ്ഞ സോഴ്സും ഉണ്ട്, E2 എന്ന് പറഞ്ഞ സോഴ്സും ഉണ്ട്. ഈ I എന്ന് പറഞ്ഞ കറണ്ടാണ് R3 എന്ന് പറഞ്ഞ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ I കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അറ്റ് എ ടൈം ഒരു സോഴ്സ് മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ള കറണ്ടുകൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതിൻ്റെ മൊത്തം സമ്മായിരിക്കും R3യിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ 2 സോഴ്സസാണുള്ളത്, E1 ഉണ്ട്, E2 ഉണ്ട്. R3യിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അറ്റ് എ ടൈം ഒരു സോഴ്സ് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ E1 ഇവിടെ കൺസിഡർ ചെയ്യും, E2നെ നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഓക്കെ, വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. കറണ്ട് സോഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യുക. അപ്പോൾ E2നെ നമ്മളിവിടെ എന്ത് ചെയ്തു, ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. കണ്ടോ, E1 മാത്രം കൺസിഡർ ചെയ്യാണ്, E2നെ നമ്മൾ ഷോർട്ട് ചെയ്തു. E2നെ ഷോർട്ട് ചെയ്യുന്ന സമയത്ത് E1 എന്ന് പറഞ്ഞ സോഴ്സ് മാത്രം കൺസിഡർ ചെയ്ത് R3യിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കുക. അതാണ് I' എന്ന് പറയുന്നത്. ഇനി നമ്മൾ I' കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ E1നെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ദെൻ E2 മാത്രം കൺസിഡർ ചെയ്ത് R3യിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കും. അതാണ് I" എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് R3യിലൂടെ ഫ്ലോ ചെയ്യുന്ന ശരിക്കുള്ള കറണ്ട് അല്ലെങ്കിൽ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ I'-ൻ്റെയും I"-ൻ്റെയും സമ്മായിരിക്കും. ഇതാണ് സൂപ്പർ പൊസിഷൻ തിയറം പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കൂ, നമുക്ക് ഫൈൻഡ് ദ കറന്റ് ത്രൂ ഈച്ച് ബ്രാഞ്ച് യൂസിങ് സൂപ്പർ പൊസിഷൻ തിയറം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓരോ ബ്രാഞ്ചിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സൂപ്പർ പൊസിഷൻ തിയറം അനുസരിച്ച് കറണ്ട് കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താ, 2 വോൾട്ടേജ് സോഴ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആദ്യം ഒരു വോൾട്ടേജ് സോഴ്സ് കൺസിഡർ ചെയ്യുക. നമ്മളിപ്പോൾ 6 വോൾട്ട് എന്ന് പറഞ്ഞ വോൾട്ടേജ് സോഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 12 വോൾട്ടിന് നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. പക്ഷേ ഇവിടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ചാണ് നമ്മൾ ഷോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, 6 വോൾട്ട് എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് അവിടെ ഉണ്ട്. അപ്പോൾ ആ വോൾട്ടേജിന് നമ്മൾ കൺസിഡർ ചെയ്തു. E2 എന്ന് പറയുന്നത് 12 വോൾട്ടാണ്, അതിന് നമ്മൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ച് ഷോർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കൂ, I' എന്ന് പറഞ്ഞ കറണ്ട് ഏതാണ്, I' എന്ന് പറഞ്ഞ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നോക്കൂ 2ഉം 1 എന്ന് പറയുന്നത്, അതായത് ഇപ്പുറത്ത് ഈ 2ഉം I2' ഫ്ലോ ചെയ്യുന്ന ആ ഏരിയയിലുള്ള 2ഉം 1ഉം ആ 2 റെസിസ്റ്റേഴ്സും എന്താ, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്തുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ഓം ആയിരിക്കും. ദെൻ നമുക്ക് ശരിക്കും കണ്ടുപിടിക്കേണ്ടത് 6 ഓമിലൂടെയുള്ള എന്താ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഈ 6 ഓം എന്ന് പറയുന്നത് ആ 3 ഓമിന് പാരലലാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതായത് ഈ 3 ഓമിൻ്റെയും ആ 6 ഓമിൻ്റെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താ, R1R2/R1 + R2. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, 2 ഓം എന്ന് കിട്ടി. ദെൻ ഇനി ഈ 2 ഓം എന്ന് പറയുന്നത് ഈ 2.5ഉം 0.5ഉം സീരീസാണ് അല്ലേ, 2.5ഉം 0.5ഉം സീരീസാണ്. അത് ഈ 2 ഓമിന് സീരീസാണ്. അപ്പോൾ ഇത് ഒറ്റ സർക്യൂട്ടായി, അതായത് സീരീസ് ആയിട്ടാണ് ഈ 3 റെസിസ്റ്ററും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 5 ഓം ആയിരിക്കും. ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി ആ 3 എണ്ണം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് I' എന്ന് പറയുന്നത് എന്തായിരിക്കും, 6/5 ആയിരിക്കും. അതായത് 1.2 ആംപിയർ ആയിരിക്കും ഈ I' എന്ന് പറഞ്ഞ കറണ്ട്. ഇനി നമുക്ക്
കറണ്ട് ഡിവിഷൻ റൂൾ യൂസ് ചെയ്ത് I2' കണ്ടുപിടിക്കണം. അപ്പോൾ I2' കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? I' ഇൻറ്റു അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് ബൈ സം ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ 1.2 ഇൻറ്റു 6/6 + 2 + 1, അതായത് 0.8 ആംപിയർ എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി അപ്പോൾ അതിൽ നിന്ന് I' എന്നുള്ളത് എന്ത് കിട്ടി? 1.2 മൈനസ് 0.8 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0.4 ആംപിയർ എന്നുള്ളത്. ഇനി നമ്മൾ 12 വോൾട്ട് മാത്രം, അതായത് 12 വോൾട്ട് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്ത് മറ്റേ 6 വോൾട്ട് സോഴ്സിനെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് യൂസ് ചെയ്ത് ഷോർട്ട് ചെയ്തു. ആ സമയത്തുള്ള കറണ്ട് കണ്ടുപിടിക്കണം. ഓരോ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് നമ്മൾ ഇതേ രീതിയിൽ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഈ 2.5ഉം 0.5 എന്താ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് 3 ഓം കിട്ടും. ആ 3 ഓം ഈ 6 ഓമിന് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 ഓം കിട്ടും. ഇനി ഈ 2 ഓമും പിന്നെന്താ, ഇവിടെ ഒരു 2 ഓം ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 1 ഓം ഉണ്ട്. അത് മൊത്തം സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് 5 ഓം കിട്ടി. ഇനി അതിലെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്ത ടോട്ടൽ കറണ്ട് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ കറണ്ട് എത്ര കിട്ടി? 2.4 ആംപിയർ എന്നുള്ളത് കിട്ടി. ഇനി നമ്മളിവിടെ കറണ്ട് ഡിവിഷൻ റൂൾ യൂസ് ചെയ്ത് ഓരോ ബ്രാഞ്ചിലെയും കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, I" കണ്ടുപിടിച്ചു, അതുപോലെ I2" ആണ് നമുക്ക് കിട്ടിയത്. അതിൽ നിന്ന് I1"ഉം I"ഉം കണ്ടുപിടിച്ചു. ഇനി ഓരോ I1 എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം, I2 എന്താണെന്നുള്ളത്, ടോട്ടൽ കറണ്ടും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. സെയിം ഡയറക്ഷനിലൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആഡ് ചെയ്യാം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. ഒരു 6 വോൾട്ടും ഉണ്ട്, ഒരു 12 വോൾട്ടും ഉണ്ട്. 6 ഓം റെസിസ്റ്ററിലൂടെയുള്ള കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൂപ്പർ പൊസിഷൻ തിയറം യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഒരൊറ്റ വോൾട്ടേജ് മാത്രം കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ 6 വോൾട്ട് മാത്രം കൺസിഡർ ചെയ്ത് 12 വോൾട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യം ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 0.5 ഈ 6ഉം 1ഉം എന്താ പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തൊരു R1 R2 / R1 + R2, അപ്പോൾ 0.86 ഓം കിട്ടും. ദെൻ അതെന്ന് പറയുന്നത് ഈ 0.5 ആയിട്ട് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.36 ആണ് കിട്ടുക. അതിൽ നിന്ന് I' കണ്ടുപിടിക്കുക. ഓക്കെ, I1' എന്ന് പറയുന്നത് എന്തായിരുന്നു? I1' എന്ന് പറയുന്നത് ഈ 6 വോൾട്ട് സോഴ്സിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. അപ്പോൾ അത് എത്രയാണ്? I1' എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. I1' എന്ന് പറയുന്നത് എത്ര കിട്ടും? 6/1.36 4.41 ആംപിയർ എന്ന് കിട്ടും. ഇനി ഈ I' യൂസ് ചെയ്ത് നമുക്കിപ്പോൾ I1' കിട്ടിയല്ലോ. ആ I1' നിന്ന് I' ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? കറണ്ട് ഡിവിഷൻ റൂൾ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ കറണ്ട് ഡിവിഷൻ റൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.63 ആണ് I' കിട്ടുക. ഓക്കെ, അതവിടെ വയ്ക്കുക. ദെൻ ഇനി നമ്മൾ 12 വോൾട്ട് ആ ബാറ്ററിയും കൂടെ യൂസ് ചെയ്ത്, അതായത് 12 വോൾട്ട് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ള കറണ്ടോട് കണ്ടുപിടിക്കണം. ഈ സെയിം രീതിയിൽ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് I2" എന്നുള്ളത് എന്ത് കിട്ടും? 8.22 കിട്ടും. അതിൽ നിന്ന് I" കണ്ടുപിടിക്കുക. I" കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുക? 0.63, അതായത് കറണ്ട് ഡിവിഷൻ റൂൾ യൂസ് ചെയ്ത് ചെയ്യുക. ദെൻ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? I' + I". അപ്പോൾ ടോട്ടൽ കറണ്ട് 1.26 കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് അടുത്തൊരു തിയറമാണ് തെവനിൻസ് തിയറം എന്ന് പറയുന്നത്. ഈ തെവനിൻസ് തിയറം എന്താ പറയുന്നത്? നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ടിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഒരു തെവനിൻസ് റെസിസ്റ്ററും അതേപോലെ തെവനിൻസ് വോൾട്ടേജ് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത പോലെ നമുക്ക് ഈ തെവനിൻസ് സർക്യൂട്ട് അതായത് ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ഉണ്ട്, ആ സർക്യൂട്ടിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും തെവനിൻസ് തിയറം യൂസ് ചെയ്തിട്ട്. ഈ തെവനിൻസ് തിയറം യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ തെവനിൻസ് സർക്യൂട്ട് എന്ന് പറയുന്നത്
തെവനിൻസ് വോൾട്ടേജും തെവനിൻസ് റെസിസ്റ്റൻസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത പോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? തെവനിൻസ് റെസിസ്റ്റൻസും തെവനിൻസ് വോൾട്ടേജും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത പോലെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനിലൂടെ നോക്കാം. ഈ ഒരു സർക്യൂട്ടിൽ തെവനിൻസ് തിയറം അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അപ്ലൈ ചെയ്ത് 15 ഓം റെസിസ്റ്റൻസിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലോഡ് റെസിസ്റ്റർ ഏതാണ്? അതായത് 15 ഓം റെസിസ്റ്ററിലൂടെയുള്ള കറണ്ടാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 15 ഓം റെസിസ്റ്ററിനെ എന്തായിട്ട് എടുത്തു? ലോഡ് റെസിസ്റ്ററായിട്ട് എടുത്തു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിമൂവ് ദ ലോഡ് റെസിസ്റ്റർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലോഡ് റെസിസ്റ്റർ ഏതാ? 15 ഓം ആണ്. അപ്പോൾ അതിനെ നമ്മൾ റിമൂവ് ചെയ്തു. ഓക്കെ, അതിനെ ഓപ്പൺ ചെയ്തു, ആ സാധനം റിമൂവ് ചെയ്തു. അതായത് ആ 15 ഓം റെസിസ്റ്റർ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ആ ഓപ്പൺ ചെയ്ത ടെർമിനലിലുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ തെവനിൻസ് വോൾട്ടേജ്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ ടെർമിനലാണ് നമ്മൾ ഓപ്പൺ ചെയ്തത് അല്ലേ? അവിടെയായിരുന്നു നമ്മുടെ ലോഡ് റെസിസ്റ്റർ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ലോഡ് റെസിസ്റ്റർ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്തു. ആ ടെർമിനലിലുള്ള വോൾട്ടേജ് എത്രയാണോ അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി 12 ഓം റെസിസ്റ്റർ, അതായത് ഈ 12 ഓം റെസിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ VOCക്ക് പാരലലാണ് അല്ലേ? ആ എ ബി എന്ന് പറഞ്ഞ ടെർമിനലിന് പാരലലാണ്. അപ്പോൾ ഈ 12 ഓം റെസിസ്റ്ററിലുള്ള വോൾട്ടേജ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അത് തന്നെയായിരിക്കും VOC എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടി എന്ത് ചെയ്യണം? കറണ്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ആ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. ഇവിടെ നോക്കൂ, ഇവിടെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ 24 ആണ് അവിടുത്തെ വോൾട്ടേജ്. ഇവിടെ 3 റെസിസ്റ്ററും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് 1.5 ആംപിയർന്ന് കിട്ടും. ഇനി വോൾട്ടേജ് നോക്കൂ, VOC എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കുക? കറണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഈ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് തന്നെയാണ് നമ്മുടെ എന്ത്? തെവനിൻസ് വോൾട്ടേജ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഓപ്പൺ ചെയ്ത ടെർമിനലിൽ നിന്ന് നോക്കുന്ന സമയത്തുള്ള തെവനിൻസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കൂ, ഈ ഓപ്പൺ ചെയ്ത ടെർമിനലിൽ നോക്കുന്ന സമയത്ത് ഈ 3 ഓമും 1 ഓമും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന് പാരലലായിട്ടാണ് 12 ഓം കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ 3 ഓമും 1 ഓമും സീരീസ് ആണ്. അപ്പോൾ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് വരും? 3 + 1 4 ഓം. ഈ 4 ഓം 12 ഓമിന് പാരലലാണ്. അപ്പോൾ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് വരും? 3 ഓം. അപ്പോൾ RTH എന്ന് പറയുന്നത് എന്താ? 3 ഓം ആണ് RTH. ഇനി ഇവിടെ നോക്കൂ, ഇനി നമ്മുടെ തെവനിൻസ് ഇക്വാലൻറ്റ് സർക്യൂട്ടിൽ എന്താ? തെവനിൻസ് വോൾട്ടേജും തെവനിൻസ് റെസിസ്റ്റൻസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അതിന് സീരീസ് ആയിട്ട് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസും കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ 18 വോൾട്ടും 3 ഓമും സീരീസ് ആയി കണക്ട് ചെയ്തു. അതിന് സീരീസ് ആയിട്ട് നമ്മുടെ ലോഡ് റെസിസ്റ്റർ വീണ്ടും കണക്ട് ചെയ്തു. ദെൻ 15 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാം. കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. ഇവിടെ 3 ഓമും 15 ഓമും സീരീസ് ആണ്. സോ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് വരും? 18 ഓം എന്ന് വരും. അപ്പോൾ നമ്മുടെ കറണ്ട് I = എന്ത് വരും? 18/3 + 15. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആംപിയർ. ഇനി അടുത്തൊരു തിയറമാണ് നോർട്ടൺസ് തിയറം എന്ന് പറയുന്നത്. ഈ നോർട്ടൺസ് തിയറത്തിൽ നമുക്കൊരു സർക്യൂട്ട് ഉണ്ട് അല്ലേ? ആ സർക്യൂട്ടിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നോർട്ടൺസ് കറണ്ടും നോർട്ടൺസ് റെസിസ്റ്റൻസും പാരലലായിട്ട് കണക്ട് ചെയ്ത പോലെ ആ വലിയ സർക്യൂട്ടിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് നോർട്ടൺസ് തിയറം പറയുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നോക്കൂ, ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ കോൺസ്റ്റൻറ്റ് കറൻറ്റ് ഇക്വാലൻ്റ് ഓഫ് ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോർട്ടൺസ് തിയറം യൂസ് ചെയ്തിട്ട് ഇക്വാലൻറ്റ് സർക്യൂട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോർട്ടൺസ് തിയറം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ലോഡ് റെസിസ്റ്റർ ഏതാണോ ആ ലോഡ് റെസിസ്റ്ററിന് റിമൂവ് ചെയ്ത് ആ ഭാഗം ഷോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ AB എന്ന് പറഞ്ഞ ടെർമിനലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അല്ലേ? ആ ടെർമിനലിൽ നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു, അതായത് ഷോർട്ട് ചെയ്തു. ഷോർട്ട് ചെയ്യുന്ന സമയത്ത് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ആ ഷോർട്ട് ചെയ്ത ടെർമിനലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഷോർട്ട് ചെയ്ത ടെർമിനലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ കറണ്ട്
എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ നോക്കൂ 50, അതായത് ഈ 15ഉം 10ഉം പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അത് 6 ഓം ആണ്. ആ 6 ഓം ഈ 10 ഓമിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 16 ഓം വരും. ഇനി അതിൽ നിന്ന് കറണ്ട് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്, അതായത് ഇവിടുത്തെ വോൾട്ടേജ് 100 ആണ്. 100/16 ചെയ്യുന്ന സമയത്ത് 6.25 ആംപിയർ ആണ് ടോട്ടൽ കറണ്ട് കിട്ടുന്നത്. ആ ടോട്ടൽ കറണ്ടിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി കറണ്ട് ഡിവിഷൻ റൂളാണ് നമ്മൾ യൂസ് ചെയ്യുക. കറണ്ട് ഡിവിഷൻ റൂൾ എന്തായിരുന്നു? ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, അതായത് 6.25 ഇൻറ്റു 10/11, അതാണ് 2.5 ആംപിയർ. അപ്പോൾ നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത് എന്താ? 2.5 ആംപിയർ ആണ്. അതിന് നമ്മുടെ വോൾട്ടേജ് സോഴ്സ് റിമൂവ് ചെയ്യണം. ആ വോൾട്ടേജ് സോഴ്സ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് RN കണ്ടുപിടിക്കണം. അതായത് AB എന്ന് പറഞ്ഞ ടെർമിനലിൽ നിന്ന് നോക്കുന്ന സമയത്തുള്ള RN കണ്ടുപിടിക്കണം. അപ്പോൾ അത് ആ സമയത്ത്, അതായത് AB എന്ന് പറഞ്ഞ ടെർമിനലിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ 10 ഓമും പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് 15 ഓമിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ RN എന്ന് പറയുന്നത് എന്തായിരിക്കും? 20 ഓം ആയിരിക്കും. ഇനി നമ്മുടെ നോർട്ടൺസ് ഇക്വാലൻറ്റ് സർക്യൂട്ടിൽ കറണ്ട് സോഴ്സും നോർട്ടൺസ് റെസിസ്റ്റൻസും പാരലലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നോർട്ടൺസ് കറണ്ട് എന്തായിരുന്നു? 2.5 ആംപിയർ ആയിരുന്നു. നോർട്ടൺസ് റെസിസ്റ്റൻസ് എത്രയായിരുന്നു? 20 ഓം ആണ്. ഇത് രണ്ടും പാരലലായിട്ട് കണക്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ഇക്വാലൻറ്റ് സർക്യൂട്ട്. ഇനി നെക്സ്റ്റ് തിയറമാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ഈ തിയറത്തിൽ മാക്സിമം പവർ സോഴ്സിൽ നിന്ന് ലോഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, അതായത് സോഴ്സ് റെസിസ്റ്റൻസ് ആയിട്ട് ഈക്വൽ ആവണം. ഓക്കെ, അതായത് മാക്സിമം പവർ സോഴ്സിൽ നിന്ന് ലോഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് സോഴ്സ് റെസിസ്റ്റൻസിന് ഈക്വൽ ആവണം. എന്നാൽ മാത്രമേ മാക്സിമം പവർ നമുക്ക് സോഴ്സിൽ നിന്ന് ലോഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറയുന്നത്. നെക്സ്റ്റ് തിയറമാണ് റെസിപ്രോസിറ്റി തിയറം. അതായത് ഈ റെസിപ്രോസിറ്റി തിയറം നമുക്ക് ഒരു ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്കിലാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്കിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇവിടെ നോക്കൂ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു സർക്യൂട്ട് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഈ സർക്യൂട്ടിനകത്ത് ആദ്യത്തെ ഫിഗറിൽ ഒരു 20 വോൾട്ട് സോഴ്സും ഉണ്ട്. റെസിസ്റ്റൻസ് 4 ഓം 8 ഓം 10 ഓം റെസിസ്റ്റർ ഉണ്ട് അല്ലേ. ഇതിൽ ഈ 10 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I, അതായത് ഈ 20 വോൾട്ട് സോഴ്സ് വെച്ച് I എന്ന് പറഞ്ഞൊരു കറണ്ട് 10 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പൊസിഷൻ മാറ്റാൻ പോവാണ്. അതായത് ഈ 20 വോൾട്ടില്ലേ, ആ സോഴ്സിന് നമ്മൾ ഈ CD എന്ന് പറഞ്ഞ ടെർമിനലിലോട്ട് മാറ്റി. അപ്പോൾ ആ സോഴ്സിനെ ഈ ടെർമിനലിലോട്ട് മാറ്റിയാലും ഈ സോഴ്സ് കാരണം I എന്ന് പറഞ്ഞ കറണ്ട് ആയിരിക്കും AFലൂടെ ഫ്ലോ ചെയ്യേണ്ടവ. അതായത് ഇതിനെ നമുക്ക് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ റെസിപ്രോസിറ്റി തിയറം പറയുന്നത്. അതായത് വോൾട്ടേജും കറണ്ടും ഇൻ്റർചേഞ്ചബിൾ ആണ്. ഇത് ഏത് സർക്യൂട്ടിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഒരു ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്കിൽ മാത്രമേ ഈ തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ തിയറം വാലിഡ് ആയിരിക്കുന്നത് എവിടെയാണ്? ഒരു ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്കിലാണ് ഈ റെസിപ്രോസിറ്റി തിയറം വാലിഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.